ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളെയല്ലേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റീപ്ലൈ ആയിട്ടുള്ള എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 4:45 പക്ഷേ ഞാൻ 4:30 അലാറം വെക്കും കേട്ടോ. പക്ഷേ എന്നാലും എണീക്കാൻ 4:45 ആവും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വീക്ക് ഡേ ആണ്, മക്കൾക്ക് സ്കൂളിൽ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര രാവിലെ എണീക്കുന്നത്. അതില്ലെങ്കിൽ ഇത്ര രാവിലെ ഒന്നും എണീക്കില്ല. അപ്പം ഞാൻ രാവിലെ എണീച്ചപാട് ഫസ്റ്റ് തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടേ ഉള്ളത്. അപ്പം രാത്രി കുറേ വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ടിഫിൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ടിഫിനായിട്ട് റെഡിയാക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബ്രെഡ് വാട്ടിയത്. നമ്മുടെ നാട്ടിൽ ബ്രെഡ് വാട്ടിയെന്നാണ് പറയാം. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഓഫ് ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് പാൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ടേൻ്റെ മിക്സ്ചറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് ഓരോ ദിവസം അവർ ഓരോന്നോ കുടിക്കുക. ഇന്നിപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് കുടിക്കണമെന്നില്ല. ചിലപ്പം അവർ പറയും ബൂസ്റ്റ് മതി, ഹോർലിക്സ് മതി, അങ്ങനെ അവർക്ക് തോന്നിയ പോലെ രാവിലെ കുടിക്കുക. പിന്നെ ഞാനും രാവിലെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. രാവിലെ ഫൈറ്റ് ചെയ്താൽ പിന്നെ അവർ സ്കൂളിൽ പോകാൻ മടി കാണിക്കും, പിന്നെ പോവില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മക്കളെ എണീപ്പിക്കുക. അപ്പോൾ അവർ രണ്ടാൾ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു ടൈമിൽ ഞാൻ രാവിലെ കഴിച്ചിട്ട് പോകാനെല്ലാം മുട്ട പുഴുങ്ങുകയാണ്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങുമ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ഇതൊരു എഗ് ടൈമർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ പുഴുങ്ങുന്ന മുട്ടേൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഏത് മീൻസ് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടില്ലേന്ന് നമുക്ക് ഈ ഒരു ഇതിലെ കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോൻ്റെ മിഡിൽ പോർഷനിൽ പറയുന്നുണ്ട്. നമുക്ക് ഹാഫ് ബോയിൽഡ് എഗ്ഗൊക്കെ ആക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും എത്ര വരെ കുക്കായിട്ടുണ്ട് എഗ്ഗ് എന്നുള്ളത്. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഹാഫ് ബോയിൽ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുൾ ബോയിലായിട്ട് എനിക്ക് കിട്ടാം. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടേൻ്റെ മിക്സ് വെച്ചിട്ട് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്പീഡാക്കിയിട്ട് എല്ലാം ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബ്രെഡ് ടോസ്റ്റൊക്കെ റെഡിയാകുന്ന ടൈമിൽ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ മക്കൾ രാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം. അപ്പോൾ അവരെ ഞാൻ എന്തെങ്കിലും ആയിട്ട് രാവിലെ കഴിപ്പിച്ചിട്ടാണ് വിടുക. അപ്പോൾ ടിഫിനിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് പാക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗ്രേപ്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിഫിനിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ച എഗ്ഗിൻ്റെ ഉള്ളിലിട്ട് എഗ് ടൈമറിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ എഗ് ടൈമർ കംപ്ലീറ്റ്ലി വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഗ്ഗിൻ്റെ ഉള്ളിൽ ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഈ ഒരു സാധനം ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവർ രണ്ടാളും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് രണ്ടാൾ ഷൈ ആയി. അപ്പോൾ അവർ ചോദിക്കാൻ നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പം അവർ പറയും അവർക്ക് അവരെ ടി വിയിൽ കാണുന്ന മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ. പക്ഷേ ഞാനിങ്ങനെ ടൈമൊന്നും ഇല്ലാണ്ട് ഫുള്ള് തിരക്കായി അങ്ങനെ പോയി. അപ്പം നോർമലി ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് ചെറിയ ആൾ എണീക്കുന്നതാണ്, പക്ഷെ ഇന്ന് എണീച്ചിട്ടില്ല. അപ്പം അവർ രണ്ടാളും സ്കൂളിലേക്ക് പോവാം. അപ്പം ഞാൻ തന്നെയാണ് ഇന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഞാനല്ല പോകുന്നത്, ബ്രദറിലോ ആണ് പോകുന്നത്. അപ്പം ഇന്ന് ബ്രദറിലോൻ്റെ മോന് ലീവാണ്, അതുപോലെ ഒരു നെയ്ബറും ഉണ്ട്. അപ്പോൾ അവരും ഇല്ല. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ അവരെ സ്കൂളിലൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ട്രാഫിക് ഉണ്ടായ കാരണം കുറച്ച് റോഡ് സൈഡിൽ അവർ ഡ്രോപ്പ് ചെയ്തിട്ട് അവരോട് നടന്നിട്ട് പോകാനാണ് പറഞ്ഞത്. അവരെ ഗേറ്റ് 6:45 ക്ലോസ് ആവും. അപ്പോൾ അതിന് മുന്നേ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്.
അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ആകെ 7 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അവർ MESലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ഇനിയിപ്പം രണ്ടാൾക്ക് 2 ടൈമിങ്ങാണ്. മോന് 10:30 വരെ ക്ലാസ്, മോൾക്ക് 1:30 വരെ ക്ലാസ്. അപ്പം ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയർ ഈ ഒരു ഏപ്രിൽ തൊട്ടിട്ട് മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പം രണ്ടാൾക്കും സെയിം ടൈമിംഗ് ആവും. അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനും എഗ്ഗും ഈ ബ്രെഡ് ടോസ്റ്റൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു എഗ് മീറ്റർ വെച്ചിട്ട് ഞാനൊരു ഹാഫ് കുക്കിൽ എങ്ങനെയാണ് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പം മിഡിലിൽ കുറച്ച് റെഡ് കളർ ഉള്ളത് നമ്മൾ എഗ്ഗിൻ്റെ ഉള്ളിൽ എത്രത്തോളം കുക്കാവാണ്ടുണ്ട് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഹാഫ് കുക്ക്ഡാണ്. അപ്പം ഞാനത് എഗ്ഗ് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് സാധാ നോർമൽ വാട്ടറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തൊലിയൊക്കെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ മുട്ടേൻ്റെ തൊലിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലുണ്ട്. നോർമലി ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മളെ ഫോണിലൊക്കെ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭയങ്കര കുക്കായിപ്പോവും, അതല്ലെങ്കിൽ തീരെ കുക്കായിട്ടുണ്ടാവില്ല. നമുക്ക് ഇതുപോലെ ഈ റൗണ്ട് ബോളായിട്ട് പൊളിച്ചെടുക്കാനൊന്നും പറ്റില്ല, ഇടയ്ക്ക് തൊലിയൊക്കെ പൊട്ടിപ്പോവും. അപ്പം ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം എനിക്ക് പെർഫെക്റ്റായിട്ട് ഹാഫ് കുക്ക്ഡും അതല്ലാണ്ട് ഫുൾ കുക്ക്ഡും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വേണ്ടവർ ഇതൊന്ന് ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആക്ച്വലി ഷീന്നാണ് വാങ്ങിച്ചത്, പക്ഷേ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. അപ്പോൾ അതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാം. അപ്പം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാക്വം ചെയ്ത് ഒന്ന് മോപ്പ് ചെയ്ത് ഒന്ന് അവിടെ ഇടയ്ക്ക് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എത്ര റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലും ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇത് തലകുത്തി മറിച്ച് വെച്ചിട്ടുണ്ടാവും എൻ്റെ മക്കൾ. അപ്പം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് മോനെ കൂട്ടാൻ പോകേണ്ട ടൈമാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുത് എണീച്ചിട്ടുണ്ട്, ഇജിയാൻ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവനും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കൂട്ടാൻ പോവുക. അപ്പോൾ സ്കൂളിൽ കൂട്ടാൻ പോകുന്ന സമയത്ത് വാജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും വാജിക്ക് ഇജിയാനും പോയിട്ടുണ്ടായിരുന്നത്. ഹായ്, ഹലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഗെയിൻ സ്കൂളിലേക്ക് പോവാണ് മോനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വാജിക മോനെയും കൂട്ടി വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, ഹൗ ആർ യു? ഡിക്റ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം അങ്ങനെ ഐസിനെ കൂട്ടിയിട്ട് വാജിക നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വാജിക പോയി. അപ്പം ഇനി വീട്ടിലെത്തിയിട്ടാണ് ബാക്കി ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചോറൊക്കെ ബോയിലായി വരുന്ന സമയത്ത് ഞാൻ ഇന്ന് ഞണ്ടാണ് കറി വെക്കുന്നത്. ഞണ്ട് ഫ്രൈയും ഞണ്ട് വറുത്തരച്ച കറിയുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ച് പോവാണ്. അപ്പോൾ അങ്ങനെ ഞണ്ട് ഫ്രൈ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഷാലോ ഫ്രൈ ആണ്, ജസ്റ്റ് കുറച്ച് മാത്രമാണ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഞണ്ട് കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വരും. അപ്പം ആ ഒരു വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഞണ്ട് കറി ആയാലും നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധാ പോലെ തന്നെ ചെയ്തിട്ട് തേങ്ങ അരച്ച മിക്സും അതിൽ ഞണ്ടും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കവർ ചെയ്ത് വെക്കാം. പിന്നെ ഞണ്ടിൻ്റെ കറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫ്ലേവറായിട്ടുള്ള കറിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് അത് കൂട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഞണ്ട് ഫ്രൈനിങ് ഇഷ്ടം ഞണ്ട് കറിയാണ്. ആ ഒരു കറീൻ്റെ ഫ്ലേവർ ഞണ്ട് കഴിക്കാൻ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അത്ര എന്താ പറയുക, റിസ്ക് എടുത്തിട്ട് കഴിക്കാനൊക്കെ അത്ര വലിയ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ കറിവേപ്പില ഇട്ടിട്ട് അത് കവർ ചെയ്ത് വെക്കാം. നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറൊന്നും അധികം എനിക്ക് അതിൽ പിടിക്കാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഗെയിൻ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അവൾ പുറത്ത് റെഡിയായി വന്നിട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവളെ പിക്ക് ചെയ്ത് ജസ്റ്റ് വീട്ടിലേക്ക് വരേ വേണ്ടു.
അപ്പോൾ അങ്ങനെ ഇസാനെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എങ്ങനെയും ഒരു 2 മണിയാവും. അപ്പോൾ അവൾ ക്ലാസ് എന്ന് പറയുന്നത് 1:30 വരെയാണ്. പക്ഷേ ഞാനിവിടുന്ന് ഒരു 1:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. എന്നിട്ട് ഒരു 2 o'clock ആകുമ്പോൾ തിരിച്ചെത്തും. അപ്പോൾ അങ്ങനെ തിരിച്ചെത്തിയിട്ട് ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞണ്ട് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് മക്കൾക്കൊക്കെ കൊടുക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞണ്ടിൻ്റെ കാലൊക്കെ പൊട്ടിക്കാനും, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ല പുഴ ഞണ്ടില്ലേ, അത് പൊട്ടിക്കാനാണ് കുറച്ചും കൂടെ എളുപ്പം. ഇവിടുത്തെ ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഞണ്ട്. പക്ഷെ നാട്ടിലത്തെ ഞണ്ടൊക്കെ പൊട്ടിക്കാനും ഇത് വെച്ചിട്ടിങ്ങനെ തോണ്ടിയെടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഇത്. ഞണ്ടെന്ന് നമുക്ക് ഇറച്ചിയൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് വേണ്ടവർ, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ചോറും കറിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു എന്തോ ഒരു കുറവില്ല പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പപ്പടവും കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ നടുക്കത്തെ ആൾ ഐസിന് ചോറ് കറീൻ്റെ കൂടെ ഒന്നും കഴിക്കില്ല. അവനിങ്ങനെ പപ്പടം അതുപോലെ പച്ചടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവന് ഫുഡ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പടം കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പം ലഞ്ചിന് അധികം എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പല പല സമയത്താണ്. അപ്പം ലഞ്ചിൻ്റെ ടൈമുകൾ എല്ലാവരും ഒരുമിച്ചെത്തും. അപ്പം അങ്ങനെ ലഞ്ച് കഴിക്കാൻ നല്ല രസം. എല്ലാവരും കൂടി കഴിക്കുമ്പം മോനൊക്കെ അത്യാവശ്യം വൃത്തിക്ക് തന്നെ കഴിക്കും. ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ഫുള്ള് ഓടിച്ചാടി കളിച്ച് ഒന്നും ശരിക്കൊന്നും കഴിക്കൂല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറി ഉണ്ടാക്കിയ ഒരു ചട്ടിയിലാണ് ഞാൻ ചോറിട്ട് കഴിക്കുന്നത്. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്? അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. പ്രത്യേകിച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയ, അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ്, പിന്നെ ഞണ്ട് കറി, അതുപോലെ തന്നെ ചെമ്മീൻ പൊരിച്ചത്, അങ്ങനെയൊക്കെയുള്ള ചട്ടിയിലൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.